എടാ കേശു, എന്നാലും നീ എങ്ങനെയാണ് അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? എടി അതെ, അവിടെ ആ ചേട്ടൻ ഭയങ്കര ദുഷ്ടനായിരുന്നു. ആ ചേട്ടനില്ലേ എൻ്റെ അടുത്ത്, ഞാൻ പേടിച്ച് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഞാൻ പേടിച്ച് കരഞ്ഞപ്പോ എൻ്റെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞേ, നീ ഇനി ഒച്ച ഉണ്ടാക്കിയാൽ നിന്റെ നാക്ക് ഞാൻ ചെത്തിയെടുക്കുന്നു. എനിക്കപ്പോ ഭയങ്കര പേടിയായി. ഞാൻ അമ്മേനെ അച്ഛനെ എല്ലാരും കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞ് എന്റെ കണ്ണ് കുത്തിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ടേ വേറൊരു ഒരു ചേട്ടനുണ്ടായിരുന്നു, എന്റെ തലയിലൊക്കെ തുണി കെട്ടിയ ഒരു ചേട്ടൻ. ആ ചേട്ടനാണെങ്കിൽ വന്നിട്ട് ഈ ചേട്ടനോട് ഫുഡ് മേടിക്കാൻ പോകാൻ പറഞ്ഞു. ഈ ചേട്ടൻ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയപ്പോ മറ്റേ ചേട്ടൻ ഉറങ്ങിപ്പോയി. അപ്പത്തേന് ഞാൻ അവരാരും കാണാതെ അവിടെ നിന്ന് ചാടിപ്പോന്നതാ. നിനക്കെന്ത് കഥ? നിന്റെ ധൈര്യം സമ്മതിക്കണം. ആഹാ, കൊള്ളാലോ. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ലേ? ഇനി എന്താ, എപ്പോഴാ കിടന്നുറങ്ങാൻ പരിപാടി? അയ്യോ അമ്മ, എന്താ ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടെ വർത്തരച്ച് കിടക്കണേ? എന്താ നിങ്ങൾക്ക് ഇത്രമാത്രം പറയാനുള്ളത് ഈ രാത്രി? നാളെ ബർത്ത്ഡേ പരിപാടിയാന്ന് മറന്നുപോയാ? അത് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്നെന്ന് ഞങ്ങൾ ചോദിച്ചതാ. അതെ അമ്മേ, ഞങ്ങൾ ഇപ്പൊ തന്നെ കിടന്നുറങ്ങാൻ പോവാ. ആ, പെട്ടെന്ന് കിടന്നുറങ്ങിക്കോ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇനി ഇവിടെ നിന്നൊരു ശബ്ദം കേട്ട എന്റെ സ്വഭാവം ഞാൻ മാറ്റും. ചൂരൽ കഷായം മറന്നിട്ടില്ലല്ലോ, അത് ഞാനിങ്ങ് എടുക്കും. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. എടി ശിവ, നിനക്ക് അമ്മ പറയണ ഒരു വാക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? നിന്നോടല്ലേ ഞാൻ കിടന്നുറങ്ങാൻ പറഞ്ഞത്? നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടും. നാളെ പരിപാടിയുള്ളതാ, എന്നിട്ട് പിന്നെ സംസാരിച്ചോണ്ട് കിടക്കണേ. അമ്മ പറഞ്ഞ ഒരു വക കേക്കരുത് കേട്ടാ. അമ്മ പറയണത് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ നിന്റെയൊക്കെ കയ്യിന്നും കാലിന്നും വളയും മാലയൊക്കെ ഊരിപ്പോവില്ലേ അല്ലേടി? ഉറങ്ങിക്കോളാൻ പോലും. നിന്റെയൊക്കെ ഉറക്കം എനിക്കിപ്പോ മനസ്സിലായി. ഞാനൊന്നും അങ്ങോട്ട് നീങ്ങിയില്ല, അപ്പൊ വീണ്ടും തുടങ്ങി കഥ പറച്ചില്. ആ, നീയൊക്കെ കിടന്ന് ഉറങ്ങും, എന്നിട്ടേ ഞാൻ ഈ റൂമിൽ നിന്ന് പോണുള്ളൂ. പിന്നെ കിടന്നുറങ്ങടി. കണ്ടാ, ഇന്നലെ വർത്തരച്ച് കിടന്നേച്ച് ഇന്ന് രാവിലെ ഇപ്പൊ ഒറ്റ ഒരെണ്ണം എണീറ്റിട്ടില്ല. എല്ലാം നല്ല ഉറക്കോ. ശിവ എണീറ്റേ. എന്താ അമ്മ കുണ്ട അമ്മ, രാവിലെ 10 മണിയായി. അവൾമാർക്കൊന്ന് എണീക്കാൻ കാണാനുള്ള. രാത്രി മൊത്തം കഥയും പറഞ്ഞുകൊണ്ട് കിടന്നേച്ച്. ഇന്ന് ബർത്ത്ഡേ പരിപാടി ഉള്ളതാണോ? എനിക്ക് റെഡിയാവും എല്ലാരും. ആഹാ, ഒറ്റൊരെണ്ണം എണീറ്റിട്ടില്ലേ? ഇന്നലെ എല്ലാം കൂടെ രാത്രി വറുത്തരച്ച് കിടക്കണായിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് ഒറ്റെണ്ണത്തിന്റെയും തല പൊങ്ങത്തില്ലാന്ന്. കേശു, ശിവ എനിക്ക് ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ബർത്ത്ഡേക്കാരി കിടന്നുറങ്ങണം നോക്കി. എടി ചിന്നുകുട്ടി, എനിക്ക് ചിന്നുകുട്ടി. അതെ, ബർത്ത്ഡേക്കാരി ഇതുവരെ എണീറ്റിട്ടില്ല. ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ള ചിന്ത പോലും ഇല്ല. അതൊക്കെ ഇതുങ്ങള് ബർത്ത്ഡേ ആണെന്ന് തലേ ദിവസം കിടന്നുറങ്ങത്തില്ല. അതും ആലോചിച്ച് ഇങ്ങനെ കിടക്കും. എന്തൊരു ദിവസം വന്നാലും അതെ. ഇങ്ങോട്ട് വന്നതിന്റെ തലേന്ന് തന്നെ രണ്ടെണ്ണങ്ങളും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. നേരത്തെ എണീറ്റ് വന്നേക്കുവാ നമുക്ക് അവിടെ പോകണ്ടേന്നും ചോദിച്ചോണ്ട്. ആണോ? ഇതുങ്ങളിലേക്ക് ഒരു കാര്യം. കേശു, ശിവ, ഇനി ഞാൻ വടിയെടുക്കുവേ, എണീറ്റേ. മോളെ ചിന്നുകുട്ടി, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് റെഡിയാവും, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ. ഹായ്, ഇന്ന് എന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ആയല്ലേ? ഹായ്, ഇന്ന് എനിക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമല്ലോ. ഡിങ്കിടി ടിക്ക. ഹായ്, ഞാൻ എണീക്കട്ടെ. പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കുളിച്ച്. ഓക്കെ അമ്മ? അവളുടെ ഒരു സന്തോഷം നോക്കി. ആ, മോള് പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാട്ടാ. ശരി അമ്മ, ഞാൻ പോയി റെഡി ആയിട്ട് വരാട്ടാ ആന്റി. ആടാ ചിന്നു, ഓടാതെ പതിയെ വീഴും. അവളുടെ ഒരു സന്തോഷം നോക്കി. എന്നിട്ട് ഇവിടെയുള്ള രണ്ടെണ്ണങ്ങൾ കിടന്ന് ഉറങ്ങണം നോക്കി. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കേശു പാവം, എന്റെ മോൻ അവിടെ മഴയൊക്കെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അതായിരിക്കും വീട്ടിൽ വന്നപ്പോഴത്തേനും സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ.
അതൊക്കെ പോട്ടെ നില്ലു. ഇനി അതൊക്കെ ഓർത്ത് വിഷമിക്കണം എന്തിനാ? നീ പിള്ളേരെ വിളിച്ച് എണീപ്പിച്ച് റെഡിയാക്കാൻ നോക്ക്. ഞാൻ പോയി ബാക്കി പണികൾ തീർത്തിട്ട് വരട്ടെ. ശരി സീതേ. ആ നിലു, അത് വിടന്നേ. മോനിപ്പൊ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ, സന്തോഷിക്കാതോർത്ത്. നമുക്കിന്ന് രണ്ടാഘോഷം, നമ്മുടെ കേശിനെ തിരിച്ചു കിട്ടിയ ആഘോഷം, പിന്നെ ബർത്ത്ഡേ ആഘോഷം. അത് നമുക്ക് അടിച്ചു പൊളിക്കാം. ശരി സീതേ. എങ്കിൽ ഞാൻ വിളിച്ചെണീപ്പിച്ച് റെഡിയാക്കട്ടെ. സീത പോയി ബാക്കി പണികൾ ഒതുക്കാൻ നോക്ക്. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. എന്റെ പൊന്നു മക്കളെ, എണീറ്റേ. ദേ ചിന്നുക്കുട്ടി റെഡിയാവാൻ പോയിട്ടാ. നിങ്ങളെ റെഡി ആയില്ലെങ്കിൽ ഞങ്ങൾ പോയി ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വരും. നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങും. അവൻ തിന്നണ സാധനത്തിന്റെ പേര് കേട്ടപ്പോ തന്നെ അവൻ ചാടി എണീറ്റ്. അമ്മ അത് പറഞ്ഞപ്പോഴാ ഇന്നെന്താ ഇവിടെ ഫുഡ്? മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു ദിവസമായി. അമ്മ എന്താ അമ്മ ഫുഡ്? ബർത്ത്ഡേ പരിപാടിക്ക് എന്താ ഫുഡ്? ബർത്ത്ഡേ പരിപാടിക്ക് നല്ല ചിക്കൻ ബിരിയാണിയാ. ബിരിയാണി? എങ്കിൽ ഞാൻ റെഡിയായി തരാം. ഓക്കെ? ഇവന്റെ ഒരു കാര്യം. ആ നീ പോയി റെഡി ആയിട്ടോ. ഞാൻ പോകുന്നു, വരുന്നു. ശിവ, നിനക്ക് ഇനി സ്പെഷ്യൽ ആയിട്ട് വല്ല ഞാൻ വല്ല താലപ്പൊലി എടുത്തോണ്ട് വന്ന് നിന്നെ എണീപ്പിക്കണോ? എണീക്കടി. ഡി നിന്നെ വിളിച്ചത് എണീക്കാൻ. ഇവക്കിട്ടൊരു കൊട്ടു കൊടുത്താൽ ഇവിടെ എണീക്കുള്ളൂ. എല്ലാ പിള്ളേരും എണീറ്റു, എന്നിട്ട് അവൾക്ക് എണീക്കാൻ സമയം കിട്ടില്ല. സ്വപ്നത്തിലല്ലടി, നിന്നെ തല്ലിയത് ഞാൻ തന്നെ. കുറെ മണിക്കൂറായി, ബാക്കി എല്ലാത്തും എണീറ്റ് പോയി, എന്നിട്ട് അവൾക്ക് എണീറ്റ് പോകാനായിട്ടില്ല. അവരൊക്കെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയാവാൻ വേണ്ടി പോയി. നിന്നെ പോലെ ഇങ്ങനെ പോത്തുപോലെ ചത്ത ഉറങ്ങണല്ല. വേണോ കിട്ടണോ ഇനി എന്റെ കയ്യിൽ നിന്ന്? അതിന് മുമ്പ് എണീറ്റ് പൊക്കോ, പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൾ എണീറ്റ് പോയത് കണ്ടില്ലേ? പാർക്കുട്ടി, വാവേ എണീറ്റേ. വാ, അമ്മ കുളിപ്പിച്ച് റെഡിയാക്കി തരാം. അമ്മയുടെ സുന്ദരി കുട്ടി.